മണ്ഡല പുനർനിർണയം, വനിതാ സംവരണ ബിൽ ഭേദഗതി എന്നിവ ചർച്ച ചെയ്യാൻ പാർലമെന്റിൽ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനം ചേരാൻ സർക്കാരിന്റെ നീക്കം. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളോട് സർക്കാർ നിർദ്ദേശം തേടി എന്നതാണ് പുറത്തുവരുന്ന വാർത്ത. നമ്മളേവരും കാത്തിരുന്ന വാർത്തയാണത്. FCRA, ഡീലിമിറ്റേഷൻ, വനിതാ സംവരണ ബില്ല്, ഈ 3 ബില്ലുകൾ എപ്പോൾ വരും എന്ന് ചോദിച്ചിരിക്കുകയായിരുന്നു ഓരോ ദിവസവും നമ്മൾ. ഇപ്പോഴിതാ സർക്കാർ അതിന് തയ്യാറെടുക്കുന്നു. ഓഗസ്റ്റ് 16, 17, 18 തീയതികളിൽ പ്രത്യേക സമ്മേളനം ചേരും എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിർദ്ദിഷ്ട ഭേദഗതി ബില്ലുകൾ ഏപ്രിലിൽ ചേർന്ന ബജറ്റ് സമ്മേളനത്തിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടിരുന്നു. ഭേദഗതിക്ക് വേണ്ട 3/2 ഭൂരിപക്ഷം നേടാൻ സർക്കാരിന് കഴിയാത്തതായിരുന്നു കാരണം. അന്ന് സഭയിൽ ഹാജരായിരുന്ന 528 എംപിമാരിൽ 298 പേർ മാത്രമാണ് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തത്. 352 വോട്ടായിരുന്നു 3/2 ഭൂരിപക്ഷം നേടാൻ വേണ്ടിയിരുന്നത്. നിലവിൽ തൃണമൂൽ കോൺഗ്രസിലെയും ശിവസേന ഉദ്ധവ് വിഭാഗത്തിലെയും വിമത എംപിമാരെ തങ്ങൾക്കൊപ്പം ചേർക്കാനായതോടെ ബിൽ പാസ്സാക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് NDA. അപ്പോൾ ഡീലിമിറ്റേഷൻ ബില്ല്, വനിതാ സംവരണ ബില്ല്, FCRA ഉൾപ്പെടെയുള്ള മർമ്മപ്രധാനമായ ബില്ലുകൾ ഈ മൺസൂൺ സെഷനിൽ എത്തിയേക്കും എന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. നിലവിൽ DMK ഈ ഒരു ബില്ലിനെ പിന്തുണച്ചേക്കും, അല്ലെങ്കിൽ അവർ വോക്കൗട്ട് നടത്തിയേക്കും. അവർ ഇതിൽ നിന്ന് പിൻവാങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. 2, ഈ NCPI എന്നൊരു പാർട്ടി, ഈ തൃണമൂലിൽ നിന്നുള്ള എംപിമാർ ചേർന്ന് അവർ രൂപീകരിച്ച, നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടിയിൽ അവർ കൂടി ചേർന്നതോടെ അത് ശക്തമായ ഒരു സംവിധാനമായി മാറി. അവർ BJP, NDA പിന്തുണയ്ക്കുന്നുണ്ട്. ശിവസേന ഉദ്ധവ് വിഭാഗത്തിൽ നിന്ന് വന്ന എംപിമാർ കൂടിയുണ്ട്. അങ്ങനെ കോറം തികയ്ക്കാനാകും എന്ന ആത്മവിശ്വാസത്തിലാണ് സർക്കാർ. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ സമ്മേളന കാലയളവിൽ അത് ഉണ്ടാകുമോ എന്നുള്ളത് പ്രതീക്ഷയോടെയാണ് രാജ്യം കാത്തിരിക്കുന്നത്. FCRA ഭേദഗതി ബിൽ കൂടി ഈ ഘട്ടത്തിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്കൻ കോൺഗ്രസ് അംഗം ഇതിനെതിരെ അതിശക്തമായി, ഇത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണമാകുന്നത് എന്ന് ഇനിയും വ്യക്തമാകുന്നില്ല. ഇവിടെ നിന്നുള്ള പുരോഹിതർ ഏതെങ്കിലും തരത്തിലൊക്കെ അമേരിക്കക്കാരെയോ ആരെങ്കിലുമൊക്കെ സ്വാധീനിച്ച് ഇത് പിൻവലിപ്പിക്കാം എന്ന് ഒരു പക്ഷേ കരുതുന്നുണ്ടാകും. അവരുടെ കഞ്ഞികുടി മുട്ടും എന്നുള്ളത് കൊണ്ടാണ് ഈ നീക്കങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ മൃഷ്ടാന്നം ഉണ്ട് ഉറങ്ങിയിരുന്നവർക്ക്, അവർക്കെല്ലാം തന്നെ കഞ്ഞികുടി മുട്ടിക്കാൻ തന്നെയാണ് ഈ FCRA ബില്ല് കൊണ്ടുവരുന്നത് എന്ന് അടിവരയിട്ട് പറയാം. ഈ പണം ഉപയോഗിച്ച് ഇവിടുത്തെ സർക്കാരിനെ അങ്ങ് അട്ടിമറിച്ച് കളയാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാനും പോകുന്നില്ല.